കയീൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളല്ല ഹാനോക്ക്. നമ്മുടെ ഹാനോക്ക്, മറ്റേ ഹാനോക്കല്ല, പട്ടണം പണിത ഹാനോക്കല്ല. അവൻ ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന് നമുക്കറിയാം. അവൻ ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ്. 25-ാമത്തെ വാക്യത്തിൽ ആദം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവളൊരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം എനിക്ക് ദൈവം മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. അതായത് ഹാബേലിൻ്റെ അല്ലെങ്കിൽ ഹാബേലിനെ പോലെ, ഹാബേൽ നമുക്കറിയാം അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. വിശ്വാസത്താൽ ഹാബേൽ എന്തു ചെയ്തു? കയീൻ്റേതിന് ഉത്തമമായ യാഗം കഴിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണ് ഹാബേൽ. ആ ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാബേലിന് പകരമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മകനെ ദൈവം ആദമിന് കൊടുത്തു. അവൻ്റെ പേരാണ് ശേത്ത്. ഇപ്പൊ ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവര് അവര് ദൈവിക പാതയിൽ നടക്കുന്നവരാണ്. കയീൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവര് യഹോവയുടെ സന്നിധിയിൽ നിന്നും മാറി നടക്കുന്നവരാണ്. ശേത്ത് ഹാബേലിനെ പോലെ വിശ്വാസത്താൽ ജീവിക്കുന്ന. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്നു പേർ. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ ഈ രണ്ട് വംശപരമ്പരകൾ കുറേ കാലത്തേക്ക്, പിന്നീട് വായിക്കുന്ന പല ഭാഗങ്ങളും നമ്മൾ കാണുന്നത് രണ്ടും രണ്ട് രീതിയിലാണ്. അവർ തമ്മിൽ യാതൊരു അടുപ്പമോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലായിരുന്നു. പിന്നീട് ഉണ്ടായി, അത് വേറെ കാര്യം. എന്നാൽ നമുക്കിതുപോലെയുള്ള ഒരു വേർപാട് ആവശ്യമാണ്. ദൈവത്തെ ഉപേക്ഷിച്ച് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി ദൈവത്തിന് വിരോധമായി ജീവിച്ച് ഭൂമിയിലെ ഭൗമിക സമ്പത്തുകൾ, അതാണല്ലോ പട്ടണം പണിതെന്ന് പറയുന്നത്. കയീൻ പോയി ഒരു പട്ടണം പണിയാണ്. അങ്ങനെ ഭൗമിക മോഹങ്ങളിൽ ജീവിക്കുന്ന കയീൻ, അവനും ശേത്തുമായിട്ട് ഒരുമിച്ച് പോകാൻ കഴിയില്ല. വഴക്കുണ്ടാക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചിന്താഗതികളിലും ധാരണകളിലും അറിവുകളിലും എല്ലാം ശേത്ത് ഡിഫറൻ്റാണ്. നമ്മളും അതുപോലെ ഹാബേലിൻ്റെ പരമ്പരയിൽപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ ഹാബേലിന് മക്കളില്ലായിരുന്നു, ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ഏനോശിനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ, അതായത് കയീൻ പോയി ഒരു മകനുണ്ടായി, അവന് മകൻ്റെ പേരിൽ ഒരു പട്ടണം പണിത് കൊടുത്തു. അതാണ് ഭൗമിക മോഹങ്ങളിൽ ജീവിക്കുന്ന ഒരു തലമുറ. മകൻ്റെ പേരിൽ ഒരു പട്ടണം പണിത് കൊടുത്തു. ഇപ്പൊ കയീൻ, ഹാനോക്ക്. എന്നാൽ ഹാബേലിന് പകരം ജനിച്ച ശേത്തോ, ശേത്തിൻ്റെ മകൻ ശേത്തവന് പട്ടണമൊന്നും പണിത് കൊടുത്തില്ല. പക്ഷേ അന്ന് ആ ഏനോശിൻ്റെ കാലയളവിൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പട്ടണം പണിത് വലിയ ധനികരാകുന്നതാണോ അതോ യഹോവയെ ആരാധിച്ചു പോകുന്നതാണോ ആവശ്യമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വലിയ പട്ടണമൊന്നും പണിയാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ നിന്നെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മളിന്ന് പകലിൽ നമ്മളോട് തന്നെ ചോദിച്ചേ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളാണോ അതോ പട്ടണമൊക്കെ പണിത് വലിയ ഏതാണ്ടൊക്കെ ആയി ഭൂമിയിൽ വലിയ ധനികരും സമ്പന്നരും ഒക്കെ ആയി, അതാണോ നമുക്ക് ആവശ്യം? അതോ എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ യഹോവയെ ആരാധിക്കണം? ഇത് നമ്മൾ ഇന്ന് പകലിൽ ഒന്ന് ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക. ശേത്തിൻ്റെ മകൻ ഏനോശിൻ്റെ കാലയളവിൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ള വലിയ ഒരു മോഹം നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്, വളരെ അത്യാവശ്യമായ കാര്യം.
നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ വായിക്കുന്ന ഹാനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴത്തേക്കാണ് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നു. ആദാം മുതൽ കയീൻ്റെ മകനായ ഒരുത്തനുണ്ട്, അവനാണ് ലാമക്ക്. അതായത് കയീൻ മകന് പട്ടണം പണിതു, അവൻ്റെ മകൻ അവൻ്റെ മകൻ അവൻ്റെ മകൻ അങ്ങനെ വന്ന് അവൻ ഏറ്റവും ഒടുവിൽ വന്ന ഏഴാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ലാമക്ക്. 4-ാം അധ്യായത്തിലെ തന്നെ മെതുശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക്കിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. പോളിഗാമി കണ്ടുപിടിച്ച മഹാനാണ് ലാമക്ക്. നേരത്തെയൊക്കെ ഓരോ ഭാര്യമാരായിരുന്നു, പക്ഷെ ഇപ്പം അവൻ 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. ഭയങ്കര സക്സസ്ഫുൾ ലൈഫായി അവൻ്റെ ഹ്യൂമൻ ബീയിങ്, മാനുഷികമായിട്ട് ആലോചിച്ചാൽ. കാര്യം ഒരു മോനുണ്ടായി, അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും, അവൻ ഇഷ്ടം പോലെ സമ്പത്താ, ഭയങ്കര കാശുകാരനാണ്, ഇഷ്ടം പോലെ വസ്തുക്കൾ. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്. അന്നത്തെ ഏറ്റവും വലിയ സമ്പത്ത് പശുവൊക്കെയാണ്. പിതാവായി തീർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലവൻ ഏറ്റവും ഉന്നതനായി തീർന്നു, സാമ്പത്തികമായി ഏറ്റവും ഉന്നതനായി തീർന്നു. അസാമാന്യ ധനികൻ ആയ ഒരു മകൻ. അവൻ്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ഗ്രേറ്റ് മ്യൂസിഷ്യൻ, എ വെരി റിച്ച് പേഴ്സൺ ഒരാൾ. 2-ാമത്തെ ആള് ലോകം അറിയുന്ന വലിയ മ്യൂസിഷ്യനാണ്, ഭയങ്കര മ്യൂസിഷ്യനാണ്. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽക്കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ഉള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവൻ. 3-ാമത്തെ ചെറുക്കൻ എ മൈറ്റി വാരിയർ, ഭയങ്കര പോരാളിയാണ്. അപ്പോൾ ഭയങ്കര ധനികനായ ഒരു മകൻ, വലിയൊരു ആർട്ടിസ്റ്റ് 2-ാമത്തെ മകൻ. 3-ാമത്തെ മകൻ വലിയൊരു പോരാളി. അഹങ്കരിക്കാൻ എന്തോ വേണം പിന്നെ അതിൽ കൂടുതൽ. ലാമക്ക് അഹങ്കരിക്കുകയും ചെയ്യുകയാണ്. അവൻ്റെ പെങ്ങൾ ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ഭാര്യമാരെ 2 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താടി എന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? ചിലരുണ്ട് ഇങ്ങനെ വലിയ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്, ഭാര്യയുടെ അടുത്തും കളി കളിക്കും, എല്ലായിടത്തും. എന്തുവാ നീ എന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്? ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ. ലാമക്കിൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവിൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. എന്നെ ആരെങ്കിലും തോട്ടാൽ അവനെ ഞാൻ തട്ടും. കറക്റ്റ് പറയുന്നതാണ്. എന്നെ ആരെങ്കിലും തോട്ടാൽ അവനെ ഞാൻ തട്ടും. പറയാമല്ലോ, ചെറുക്കൻ പുറകിലുണ്ടല്ലോ, മൈറ്റി വാരിയറൊക്കെ ഇല്ലേ? അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും നികൃഷ്ടമായ, മാനുഷികമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ്, ആ അഹങ്കാരത്തിൻ്റെ ഒരിതായിട്ട് ലാമക്ക് യുവാവിനെ കൊല്ലും. കയ്യിനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും എന്നൊക്കെ പറയുന്ന ലാമക്ക്. അവൻ്റെ തലമുറയിലാണ് ഹാനോക്ക് ജീവിച്ചത്. അത് പറയാനാണ് ഞാൻ വന്നത്. ഈ തലമുറയിൽ ജീവിച്ച ഹാനോക്ക്, അതായത് ആദാം മുതൽ ശേത്തിൻ്റെ വംശപരമ്പരയിൽ ലാമക്ക് വന്നു, കയീൻ്റെ വംശപരമ്പരയിൽ ലാമക്ക് വന്നു, ശേത്തിൻ്റെ വംശപരമ്പരയിൽ ഹാനോക്ക് വന്നു. ഹാനോക്ക് മക്കളെ ഒന്നും നോക്കിയില്ലെന്നൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ പറയുന്നത് പോലെ മക്കൾക്ക് വലിയ പട്ടണം പണിത് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട്
നമുക്ക് കഴിയത്തില്ല. പക്ഷെ അവൻ്റെ തലമുറ ദൈവത്തെ ആരാധിക്കുന്ന തലമുറയായിരുന്നു.